الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളവെടുപ്പ് കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തഖ്വയുടെ ഭക്തിയുടെ ഉത്സവ നാളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധന്യമായ റമദാനിലെ 13ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു എന്ന് പറഞ്ഞാൽ ഒരു 10 കഴിഞ്ഞു, പകുതിയിലേക്ക് അടുക്കാൻ പോകുന്നു. ഇനി ഉള്ള ദിവസങ്ങൾ ഇതിലും വേഗത്തിൽ നമ്മിൽ നിന്ന് അങ്ങോട്ട് പോകും. ഏതായിരുന്നാലും റമദാൻ വന്നു, ഇത്രയും ദിവസങ്ങൾ റമദാനോടൊപ്പം കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അത് പൂർണ്ണമായും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റമദാനായി കഴിഞ്ഞാൽ ഒരശരീരം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കൊക്കെ പരിചിതമാണ്. പ്രവാചകൻ പറഞ്ഞത് വനാദാ വയുനാദി മുനാദി യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക കുല്ല ലൈല. തുർമുദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. എന്താണ് ആ ശരീരം? ഇതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന്, റമദാൻ മാസമായി കഴിഞ്ഞാൽ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ
നീ മുന്നോട്ട് വരിക. തിന്മ കൊതിക്കുന്ന മനുഷ്യ, നീ അതൊന്ന് നിർത്ത്. റമദാനിലെങ്കിലും ആ തിന്മ നീ ഒന്ന് നിർത്ത്. പിന്നെ ഈ അശരീരിയോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തി. റമദാനിലെ എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്നുണ്ട് പലരെയും. ഈ മൂന്നിൽ ഞാനും നിങ്ങളും എവിടെ? ഒന്ന് ആലോചിച്ചു നോക്കുക. നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ടോ, അതല്ല ചെയ്തുകൊണ്ടിരുന്ന തിന്മയിൽ ഒട്ടും കുറവ് വരാത്ത അതുമായി മുന്നോട്ടോ, ഏതിലാണ് നമ്മൾ? ഒന്ന്. രണ്ടാമത്, റമദാനിലെ എല്ലാ രാത്രിയിലും എത്തുപ്പും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിമോചനം നടക്കുന്നുണ്ട് എന്ന് അതിൽ പെടാൻ നമുക്കായിട്ടുണ്ടോ? ആലോചിക്കുക, ചിന്തിക്കുക. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനം അതിന്റെ എല്ലാ അർത്ഥത്തിലും ആകണമെങ്കിൽ അന്നപാനീയങ്ങൾ വർജിച്ചത് കൊണ്ട് മാത്രമായില്ല. അതോടൊപ്പം തന്നെ നമ്മൾ വർജിക്കേണ്ട ഒരുപാട് ദുഷിച്ച ശീലങ്ങളുണ്ട്. വർത്തമാനവും, നുണ പറയലും, കള്ളസത്യം ചെയ്യലും, പരദൂഷണം പറയലും, ഏഷണിയും എന്ന് തുടങ്ങി നാവ് കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ദുഷിച്ച കാര്യങ്ങളുണ്ട്. അതൊന്നും മാറ്റി നിർത്താതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി മാത്രമായിരുന്നുവോ നമ്മുടെ നോമ്പ്? കാരണം റമദാനായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയകളിലേക്ക് ഒന്ന് നോക്കിയാൽ ഒരു കുറവും അത്തരം കാര്യങ്ങൾക്ക് വരുത്തിയിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിങ്ങനെ അനുസ്യൂതം തുടരുകയാണ്. ആരൊക്കെ കുറിച്ച് എന്തൊക്കെ പറയാമോ, എന്തൊക്കെ എഴുതി വിടാമോ, അത് ഫോർവേഡ് ചെയ്യലും ഷെയർ ചെയ്യലും ഒക്കെയായി അതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. റമദാനായിട്ടൊന്നും ഒരു ചുരുക്കലും അത് ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ തിരുത്തേണ്ടത് തിരുത്തി, മാറ്റേണ്ടത് മാറ്റി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഈ റമദാൻ ഒന്നും എന്നിലും നിങ്ങളിലും ഒരെഫക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് തിരിച്ചറിയേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പിനെ അള്ളാഹു യഥാവിധി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്ന് വിമോചനം ചെയ്യപ്പെടുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ വിജയത്തിന്റെ നിദാനമായി വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഇസ്ലാമിക ചരിത്രവും പരിശോധിച്ച് നോക്കിയാൽ വളരെ ചുരുക്കത്തിൽ പറയാൻ കഴിയുന്ന ഒരു 3-4 വാക്കുകളുണ്ട്. അതിലൊന്ന് ഈമാൻ, 2 തഖ്വ, 3 സബർ, 4 തവക്കുൽ, 5 ജിഹാദ്. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഇത് ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ നാം നോക്കിയാൽ ഇതും ഇതിന്റെ വകഭേദങ്ങളും വിശകലനം ചെയ്യുന്ന, വിശദീകരിക്കുന്ന, അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുക. അതിൽ ഈമാൻ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് റമദാന്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തി. അതുപോലെ തന്നെ തഖ്വ, അത് എപ്പോഴും ആവശ്യമായ കാര്യമാണ്. ഈമാനും അങ്ങനെ തന്നെ. എന്നാൽ അതും ഒന്നുകൂടി ഉറപ്പിക്കുക എന്നുള്ളത്. 3-ാമത്തെ കാര്യം സബറാണ്. സബർ എന്ന് വെച്ചാൽ ക്ഷമ. വിശുദ്ധ ഖുർആനിൽ ഉടനീളം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് ക്ഷമ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്ത് നേരിടേണ്ടി വന്നാലും ശരി, എന്ത് പരാജയമായിരുന്നാലും ശരി, ആ പരാജയത്തിന്റെ ഉള്ളിൽ ഒരു വിജയമുണ്ടാകും. എന്ത് നിരാശ ഉണ്ടായാലും ശരി, ആ നിരാശയുടെ ശേഷം ഒരു പ്രതീക്ഷയുണ്ടാകും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ആ രൂപത്തിൽ എന്താണോ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അതിനെയെല്ലാം അതിജയിച്ചു പോകാനുള്ള മാനസികമായ
തൻ്റെ ഇടം ആർജിച്ചെടുക്കലാണ് ഈ സബർ എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും കൂടുതൽ പരിശീലിപ്പിക്കപ്പെടുന്നു റമദാൻ മാസത്തിൽ. വല്ല സംശയമുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ചു. നേരം വെളുത്ത് ഏതാണ്ട് 1 മണിയാകാനായി ഈ സമയം. നല്ല ചൂടാണ്. നോമ്പ് പിടിച്ച ഒരാളും ഒരിറ്റു വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. കാരണം കുടിക്കാൻ കഴിയില്ല. അവനവന്റെ ശരീരത്തെ അതിന് പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വെള്ളം ശുദ്ധമാണ്, തഹൂറാണ്, അനുവദനീയമാണ്, കുടിക്കാം, ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ റമദാനിന്റെ പകലിൽ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, പാടില്ല, ഞാൻ എന്നെ മെരുക്കുകയാണ്. ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് എവിടെയാണെന്നറിയോ? മറ്റുള്ളവരുടെ മുന്നിലല്ല. നമ്മളൊക്കെ പരാജയപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ തന്നെയാണ്. എന്നുവെച്ചാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൗമ് എന്ന പദത്തിന് ഇംസാക്ക് എന്ന ആശയം കൊടുത്തിട്ടുള്ളത്. ഇംസാക്ക് എന്ന് വെച്ചാൽ പിടിച്ചു നിർത്തുക എന്നാണ്. എന്തിനൊക്കെയോ തോന്നുന്നുണ്ട്, വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നുണ്ട്, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്, ഒരുത്തനിട്ട് ഇടിക്കണമെന്ന് തോന്നുന്നുണ്ട്, വേറൊരുത്തനെ ചീത്ത പറയണമെന്ന് തോന്നുന്നു, ഇതൊക്കെ തോന്നുന്നുണ്ട്. ഇല്ല, ഞാൻ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അതാണ് സബർ. ആ സബർ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മള് സൂറത്തുൽ ബഖറയിൽ അതിന്റെ അവസാന ഭാഗത്ത് അതിൽ 246 മുതൽ 251 വരെയുള്ള വചനങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഞാൻ ചരിത്രം പറയാൻ പോവുകയല്ല. ആ ചരിത്രം പറയുന്നത് താലൂത്തിന്റെയും ജാലൂത്തിന്റെയും ചരിത്രമാണ്. അവിടെ 2 തരം ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൈന്യവുമായി ജാലൂത്ത് പുറപ്പെട്ട സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരി ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നി ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദി. ഇതാണ് സൈന്യത്തോട് പറഞ്ഞത്. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ ഈ പോകുന്ന പോക്കില് ഒരു നദി നിങ്ങളെ പരീക്ഷിക്കാൻ വരുന്നത്. ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരി, ഒരു നദി കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ്. എന്താണ് ആ നദി എന്ന് വെച്ചാൽ വെള്ളമാണല്ലോ ഉണ്ടാകുക. സർവസന്നദ്ധരായി സൈന്യമായി ഇങ്ങനെ വരുന്ന വരവിൽ നല്ല വെള്ളം കണ്ടാൽ ഏത് സൈന്യത്തിനാണ് ഒന്ന് കുടിക്കാൻ തോന്നാതിരിക്കുക? യാത്ര ചെയ്തിങ്ങനെ വരുന്ന വേളയിൽ. അതുകൊണ്ട് തന്നെയാണ് അത് കടന്നു പോകുന്ന വഴിയിൽ ആ പുഴ വെച്ചുകൊണ്ട് അതുകൊണ്ട് പരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷണം? അതായത് ഇതിൽ നിന്ന് ഒരല്പമല്ലാതെ നിങ്ങൾ കുടിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് കുടിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, കുടിക്കാത്തവനാണ് ഇതിൽ സ്ഥാനം. ഫമൻ ശരിബഹു ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നി. ഇതാ പറഞ്ഞത്. കുടിക്കാത്തവൻ എന്നിൽപ്പെട്ടവനാണ്, നമ്മുടെ ഈ കൂട്ടത്തിൽപ്പെട്ടവനാണ്. കുടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇനി ഒരു പുഴ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായി വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കോരലൊന്ന് കോരണമെന്ന് തോന്നിപ്പോയാൽ അതാകാം. അത്ര വരെ അനുവാദം കൊടുത്തു. പക്ഷെ അങ്ങനെ ഒരുപാട് കോരി കുടിക്കാനൊന്നും പാടില്ല. ആ നിലയിൽ നിർദ്ദേശം നൽകി. പക്ഷെ സംഭവിച്ചത് എന്താ? ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹുന്ന. വളരെ കുറച്ചു പേരൊഴിച്ച് ബാക്കിയുള്ളവർ മുഴുവനും അത് കുടിച്ചു. വെള്ളത്തിലൂടെയല്ലേ പോയത്. അപ്പം അവിടെ പരീക്ഷിച്ചത് എന്താണെന്നറിയോ? ക്ഷമയാണ്. ഈ വെള്ളം കടക്കുമ്പോൾ, കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കാതെ തന്നെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമോ എങ്കിൽ അവർക്കേ അതിജയിക്കാൻ കഴിയൂ, വിജയിക്കാൻ കഴിയൂ. ഇതൊരു വല്ലാത്ത പരീക്ഷണമാണ്. ഈ പരീക്ഷണം തന്നെയാണ് സത്യത്തിൽ റമദാനിൽ നമ്മളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഒന്ന് കൂട്ടിച്ചേർക്കുക, നിങ്ങൾ വിശദീകരിക്കുന്നില്ല. ഈ പരീക്ഷണം തന്നെയാണ് അല്ലാഹു നമ്മിൽ നടത്തുന്നത്. അപ്പൊ ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ ക്ഷമ കൂടിയേ തീരൂ. അതാണ് റമദാനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞത്, വഹുവ ശഹ്റുസ് സബ്ർ, ഇത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കയ്യില്ലാതെ കണക്കില്ലാതെ അല്ലാഹു
എല്ലാ കാര്യവും പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. ഇത്തിരി വൈകും, സമയം പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അത് സ്വാഭാവിക. പക്ഷേ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാതിരിക്കാൻ കഴിയില്ല. ആ ലക്ഷ്യത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ ഈ പറഞ്ഞ സബർ നമ്മളെ പരിശീലിപ്പിക്കുന്നു ഈ റമദാൻ മാസം. ഈമാനും തഖ്വയും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊന്നതിനുള്ള തവക്കുലാണ്, അർപ്പണ മനോഭാവം. ഇതാണ് വിജയത്തിന് നിദാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. തവക്കുല്, നമുക്ക് നമ്മളുടേതായ കുറെ കഴിവും അതോടൊപ്പം തന്നെ മറ്റു സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന കഴിവുകളും ഉണ്ടാകാം. ആ കഴിവുകളൊക്കെ സ്വാംശീകരിച്ച് എന്നിട്ടും നമുക്കൊരു കാര്യം പൂർത്തീകരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ സഹായം കൂടിയേ തീരും. എന്ത് പ്ലാനിങ് നമ്മൾ നടത്തിയാലും ശരി, ആ പ്ലാനിങ് ഒക്കെ ഒരു സുപ്രഭാതത്തിൽ പൊളിഞ്ഞു പോകും. പക്ഷെ അള്ളാഹുവിന്റെ സഹായം അവിടെ വരണമെങ്കിൽ അവനിൽ തവക്കുല് കൊണ്ടേ പറ്റൂ. അപ്പൊ നമ്മള് റമദാൻ മാസമായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് രോഗവും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വിധേയരായി ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്ര വെള്ളം ഇത്ര സമയത്തിനുള്ളിൽ കുടിച്ചിരിക്കണം എന്നൊക്കെയുള്ള രൂപത്തിൽ ജീവിക്കുന്നു നമ്മളൊക്കെ. ആ ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിൽ തവക്കുല് ചെയ്ത് നോമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ, ബാക്കി പടച്ചവന്റെ കയ്യിൽ. ഇതുപോലെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആ നേടിയെടുക്കുന്നതിന് ആവശ്യമായി വരുന്ന ഒന്നാണ് ഈ പറയുന്ന തവക്കുൽ. തവക്കുൽ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത് അവൻ എല്ലാ കാര്യത്തിനും അത് ധാരാളം മദീന. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ തുടങ്ങിയിട്ടുള്ള ഒരു പിടി വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതും നമുക്ക് പരിശീലിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. മറ്റൊന്നിൽ നമ്മൾ കാണുന്നത് ജിഹാദാണ്. ജിഹാദ് എന്ന് പറയുമ്പോൾ അത് പല കോലത്തിലുമുള്ള ചിന്തയും ആലോചനകളും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഉണ്ടായി തീരുക. വിശിഷ്യ ഇസ്ലാമിനെതിരെ കണ്ടക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ ഓതി വെച്ച വചനം സൂറത്തുൽ അങ്കബൂത്തിലെ 29-ാമത്തെ അധ്യായമാണ് അങ്കബൂത്ത്. അതിൽ 69-ാമത്തെ വചനം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വചനമാണ്. അവിടെ എന്താ പറഞ്ഞത്? വല്ലദീന ജാഹദൂ ഫീന. നമ്മുടെ കാര്യത്തിൽ ത്യാഗത്തിന് തയ്യാറാവുന്നവർ. ഇവിടെ ത്യാഗ മനോഭാവത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗങ്ങളിലേക്കുള്ള വഴി നാം കാണിച്ചു കൊടുക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. തീർച്ചയായും അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ് എന്നാണ് വചനത്തിന്റെ അർത്ഥം. അവിടെ പ്രയോഗിച്ച വല്ലദീന ജാഹദൂ ഫീന യുദ്ധം ചെയ്യൽ മാത്രമല്ല, ആയുധമെടുത്ത് അടരാടല് മാത്രമല്ല, ആവശ്യമുള്ളതെന്തും വേണ്ട സന്ദർഭത്തിൽ വേണ്ടെന്ന് വെക്കാനുള്ള തന്റെ ഇടമാർജിക്കലാണ് ജിഹാദ് അഥവാ ത്യാഗം എന്ന് പറയുന്നത്. റമദാൻ നമ്മിൽ വളർത്തിയെടുക്കുന്ന ഏറ്റവും വലിയ ഒരു സ്വഭാവവും ത്യാഗ മനോഭാവമാണ്. ഭക്ഷണമുണ്ട്, നല്ലതാണ്, ത്യജിക്കുന്നു, വേണ്ട. അങ്ങനെ ഓരോന്നും പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. അങ്ങനെ ആ ത്യാഗ മനോഭാവം അത് ഏറ്റവും കൂടുതൽ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന നാളുകളാണ് റമദാൻ. ഈ പറയുന്ന ഈ ത്യാഗ മനോഭാവം, അത് ധനം അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാം, ശരീരം ത്യജിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതിനോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതിനെ വേണ്ടെന്ന് വെക്കാം. അപ്പോഴേ ത്യാഗമാകുന്നുള്ളൂ. ഒരു കാര്യം നമുക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, ഇതിനോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ അത് ഒരിക്കലും ത്യാഗമാവൂല. മറിച്ച് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭം, ഏറ്റവും ഖുർആൻ പറഞ്ഞത് തന്നെ ആതൽ മാല അലാ ഹുബ്ബിഹി. ഇപ്പൊ ധനം കൊടുക്കുന്നതിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ആതൽ മാല അലാ ഹുബ്ബിഹി. ധനം അതിനോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ളതോടുകൂടി നൽകുക. ആർക്ക്? ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, വൽ യതാമ, അനാഥകൾക്ക് എന്ന് തുടങ്ങി എണ്ണി എണ്ണി പറയുന്നുണ്ട് പലരെയും. അവിടെ ധനം എനിക്ക് വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കുകയല്ല, അത് ത്യാഗമല്ല.
എനിക്ക് ഏറ്റവും ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചല്ലോ, ഏറ്റവും നല്ല ധർമ്മം ഏതാണ്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മൂന്നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രവാചകൻ അതിന് മറുപടി പറയുന്നത്. ഒന്ന്, നീ പൂർണ്ണ ആരോഗ്യമുള്ളവനായിരിക്കെ ധർമ്മം ചെയ്യുക. രണ്ട്, നീ പിശുക്കനായിരിക്കെ ധർമ്മം ചെയ്യുക. ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നവനായിരിക്കെ ധർമ്മം ചെയ്യുക. ഈ ധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. അത് ത്യാഗമാണ്. അതാണ് കാരണം. ആ ത്യാഗത്തിന്റെ പരിധിയിൽ, ജിഹാദിന്റെ പരിധിയിൽ പെടുന്നതാണ് ഇതെല്ലാം. ജിഹാദ് വളരെ വിശാലമായ ആശയമുള്ളതാണ്. അല്ലാതെ ഒരു ഏതെങ്കിലും ഒരു വാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിന്റെ വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. അപ്പം ധർമ്മം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം. നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു, ഐശ്വര്യത്തെ പ്രതീക്ഷിക്കുന്നു, പിശുക്കനാണ്, പൂർണ്ണ ആരോഗ്യമുണ്ട്, വഅന്ത സഹീഹുൻ ശഹീഹുൻ എന്ന് തുടങ്ങി വളരെ രസകരമായ ഒരു വാചകമാണ് പ്രവാചകൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ത്യാഗമനോഭാവമാണ് ആവശ്യം. അപ്പം ഈ ധനവും ശരീരവും സമ്പത്തും എന്ന് വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കുന്നതാണ് ത്യാഗം എന്ന് പറയുന്നത്. അത് ഈ റമദാൻ മാസത്തിൽ നാം പരിശീലിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ഈ ജിഹാദുമായി ബന്ധപ്പെട്ട്, ജിഹാദ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വഭാവമാണ്. നമസ്കരിക്കുന്ന പോലെ, നോമ്പ് പിടിക്കുന്ന പോലെ, സക്കാത്ത് കൊടുക്കുന്ന പോലെ ഒക്കെ ഒരു സ്വഭാവമാണ് ജിഹാദ് എന്ന് പറയുന്നത്. വേറൊരു കാര്യമല്ല, നമ്മളുമായി ഇടകലർന്ന് കൂടിച്ചേർന്ന് പോകുന്ന സംഗതിയാണ്. വിശുദ്ധ ഖുർആനില് വിശ്വാസികളുടെ ഗുണവിശേഷണമായി എടുത്തു പറയുന്നിടത്ത് ഇത് കാണാം. അല്ലദീന ആമനു വഹാജറു വജാഹദു. ഈ പ്രയോഗം ഈമാൻ, ഹിജ്റ, ജിഹാദ്, ഇത് മൂന്നും ഒരുമിച്ച് പറയുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാം. അതുപോലെ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. സൂറ ആല ഇംറാനിലെ 142ാമത്തെ വചനം. ഒരു ചോദ്യമാണ്. അം ഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുവോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന്, വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് ജിഹാദി ചെയ്തവരെ അള്ളാഹു അറിയാതെ. ആരാണ് ജിഹാദി ചെയ്തത്, എന്തുകൊണ്ടാണ് ജിഹാദി ചെയ്തത് എന്ന് അള്ളാഹു അറിയാതെ നിങ്ങൾക്കങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു സ്വഭാവമാണ് എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. അതുപോലെ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. ആരാണ് വിശ്വാസികൾ? വിശ്വാസികളുടെ സ്വഭാവങ്ങൾ എണ്ണി പറയുന്നതിലാണ് ഈ പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ, സുമ്മ ലം യർതാബു, ആ വിശ്വാസത്തിൽ ലവലേശം സംശയമേ ഇല്ലാത്ത വിശ്വാസം, കറ കളഞ്ഞ കുറ്റമറ്റ വിശ്വാസം. അതാണ് ഈമാൻ എന്ന് പറയുന്നതിൽ ഏറ്റവും ആ വിശ്വാസമുള്ളവർക്ക് അതിജയത്തിന് കഴിയുകയുള്ളൂ. നേരത്തെ ജാലൂത്തിന്റെയും താലൂത്തിന്റെയും സംഭവം പറഞ്ഞതുപോലെ തന്നെ അവിടെ നമ്മൾ കാണുന്ന അതാ. അത് കുടിച്ചതോടുകൂടി അവരുടെ ശക്തി ക്ഷയിക്കുകയാണ്. എന്നിട്ട് അവർ കരയിൽ വരുന്നു. കരയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം താലൂത്തിന്റെ സൈന്യത്തെ ഇങ്ങനെ കണ്ടതോടുകൂടി ഈ വെള്ളം കുടിച്ച ആൾക്കാരൊക്കെ ബേജാറായി. അതാണ് വിഷയം. അതാണ് തിരിച്ചറിയേണ്ട കാര്യം. ഈ വെള്ളം കുടിച്ചത് ആരൊക്കെയോ അവർ ബേജാറായിട്ട് പറഞ്ഞില്ല, ആ താക്കത്തലനൽ യൗമ ബിജാലൂത വജുനൂദിഹി, ഇവരുടെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലട്ടോ, വെറുതെ ആണ് കേട്ടോ ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ നമ്മൾ വന്നിരിക്കുന്നത്, നമുക്ക് കഴിയില്ല. ഈ ജാലൂത്തിനെയും ജാലൂത്തിന്റെ ജനതയെയും അതിൽ നേരിടാൻ നമുക്ക് കഴിയില്ല. അതേസമയം ആ നിർദ്ദേശം പാലിച്ച് ക്ഷമ കൈക്കൊണ്ട് തങ്ങളെ നിയന്ത്രിച്ച് നിർത്തി വെള്ളം കുടിക്കാതെ അവിടെ എത്തിയ ആളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന ധാരണയുള്ളവർ പറഞ്ഞു. ഇത് പറയണമെങ്കിൽ അവർക്കേ കഴിയൂ. അത്തരക്കാർക്ക്, മറ്റവർക്ക് കഴിഞ്ഞില്ലല്ലോ. അവര് പറഞ്ഞ വാക്യത ഇതാണ് ഞാൻ പറഞ്ഞത്. രണ്ടു തരം ആൾക്കാരെ അവിടെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞത് അതാ.
ഒന്നിതാണ്, നമുക്കിതൊന്നും കഴിയില്ലട്ടോ, ജാലൂത്തിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് ക്ഷമിക്കാനും സഹിക്കാനും കൽപ്പന അനുസരിക്കാനും തയ്യാറാകാതിരുന്ന ആ പുഴ കടന്നുപോയ ആളുകളുടെ പ്രതികരണം. അതേസമയം ആ വെള്ളം കുടിക്കാതെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് നീങ്ങിയ ആളുകൾ പറഞ്ഞു, അവരെന്താണ്? പരലോകത്തെ ഭയപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് വിഹലോകം ഒന്നും ഒരു വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എത്രയെത്ര ന്യൂനപക്ഷങ്ങളാണ് എത്രയെത്ര ഭൂരിപക്ഷങ്ങളെ അതിജയിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്നിട്ട് അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെട്ടു, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റ വഥബ്ബിത് അഖ്ദാമനാ. ഈ മാനസികാവസ്ഥയാണ് പ്രിയമുള്ളവരെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എന്താ അവർ പ്രാർത്ഥിച്ച? റബ്ബന, ഞങ്ങളുടെ നാഥ, അഫ്രിഗ് അലൈനാ സബ്റൻ, ഇനിയും ക്ഷമ, സബർ ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണമേ, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ, ഈ സത്യനിഷേധികൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. നല്ല 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 നിശ്ചയദാർഢ്യതയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി താലൂത്തിന്റെ സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി. ജാലൂത്തിനെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വധിക്കുകയും ചെയ്തു. ചരിത്രം അവിടെ അങ്ങനെയാണ് അവസാനിക്കുന്നത്. അവിടെ പറഞ്ഞ ആ പുഴയും ആ പരീക്ഷണവും ആ വെള്ളവും അത് ഉപയോഗിച്ചവരും ഉപയോഗിക്കാത്തവരും ഒക്കെ അതിലേതാണ് നമുക്ക് ഇഹലോകത്തെ അതിജയത്തിന്? പലതും നമ്മൾ അതിജയിക്കാൻ ഉള്ളവരാണ് ജീവിതത്തിൽ. അതിനെ അതിജയിക്കാൻ, അത് ചിലപ്പോൾ നമ്മളുടെ ശത്രുക്കളായിരിക്കാം, നമ്മുടെ മറ്റു നിലയിലുള്ള ആളുകളായിരിക്കാം. അതിനൊക്കെ അതിജയിക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് വേണം. അതിന് ഈ മനസ്സുണ്ടായേ പറ്റൂ. അതിന് വേണ്ടതാണ് ഈ പറഞ്ഞ ഒന്ന് സബറും, മറ്റൊന്ന് ഈ പറഞ്ഞ തവക്കുലും, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും. ഇതൊക്കെയാണ് അവർക്ക് വിജയം കൈവരിക്കാൻ വഴി ഒരുക്കിയത് എന്ന് ആ കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒപ്പം ചേർത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന ത്യാഗ മനോഭാവം. അവരിലും ആ ത്യാഗ മനോഭാവം നമുക്ക് കാണാനല്ല. അവർക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടായി, അവർ ത്യജിച്ചു, വേണ്ടെന്ന് വെച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതുപോലെ തന്നെ കുടിക്കാൻ ആവശ്യമില്ലാഞ്ഞിട്ടുമല്ല, ഇത് രണ്ടുമുണ്ട്. പക്ഷെ അവർ ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. ശരിക്കും അവിടെ ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം കൃത്യമായി നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ എപ്പോഴും പരിശുദ്ധ ഖുർആൻ ഈ ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി ആദ്യം പറയുന്നത് അംവാലാണ്. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ ഖുർആൻ ഓതുന്ന ആൾക്കാരാണല്ലോ, ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. ജിഹാദ് പറഞ്ഞാൽ ആദ്യം പറയുന്നത് അംവാല, പിന്നെയാണ് അംഫുസ് പറയുന്നത്. അതേസമയം ഒരു സ്ഥലത്ത് അൻഫുസ് മുന്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് യുദ്ധം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന ആ വചനത്തിൽ ആദ്യം പറയുന്നത് അംഫുസാണ്, പിന്നെയാണ് അംവാല് പറയുന്നത്. ഇതൊക്കെ ഖുർആനിൽ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാൻ വഴിയൊരുക്കുന്ന കാര്യങ്ങളാണെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആനുമായി കൂടുതൽ അടുത്തിടപഴകുന്ന നാളുകളായതുകൊണ്ട് പ്രത്യേകിച്ചു. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ പറഞ്ഞ 4-5 വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ അവസാനം ഞാൻ പരാമർശിച്ച ജിഹാദും സ്വബറും ഈമാനും തഖ്വയും ഒക്കെ എല്ലാം ആവശ്യമായി വരുന്ന വിജയത്തിന് നിദാനമായി ആണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവങ്ങളും വിജയങ്ങളും അരങ്ങേറിയ മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് നാം മനസ്സിലാക്കുക. പരിശുദ്ധ റമദാനിൽ ഒരുപാട് വിജയങ്ങൾ നോമ്പെടുത്ത വിശ്വാസികൾ നേടിയെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്നാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിന് വേണ്ടി, ഖന്തഖ് യുദ്ധത്തിന് വേണ്ടി, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി സൈന്യങ്ങളെ സജ്ജീകരിച്ചത് ഈ മാസത്തിലാണ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സഖീഫ് ഗോത്രം ഒന്നടങ്കം
ഇസ്ലാമിലേക്ക് വന്നത് ഒരു റമദാൻ മാസത്തിലാണ്. ബൈത്തുൽ മുഖദ്ദസ് സലാഹുദ്ദീനുൽ അയ്യൂബി മോചിപ്പിച്ചത് റമദാൻ മാസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പൗരാണികവും ആധുനികവുമായിട്ടുള്ള തന്നെ ഉള്ളത് പലതും റമദാനുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നോമ്പനുഷ്ഠിച്ച ആളുകൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിജയങ്ങളൊക്കെ നേടിയെടുത്തത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന രംഗം എന്ന് വെച്ചാൽ ഹിജ്റ 2-ാം വർഷം റമദാൻ ഷഅബാനിലാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത്. ഒരു മാസമേ ഉള്ളൂ, ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഷഅബാനിൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നു. റമദാൻ 17-ന് യുദ്ധവും വരുന്നു. നോമ്പ് പിടിച്ച് ഈ പറയുന്ന കൂട്ടത്തിൽ പോലെ നോമ്പ് പിടിച്ച ഒരു നോമ്പ് അവർ പിടിക്കാത്തവരൊന്നുമല്ല. റമദാനിലെ നോമ്പ് പിടിച്ച് കുറ്റമറ്റ നിലയിൽ അത് ശീലിച്ച് വരാൻ തുടങ്ങിയപ്പോഴേക്കും യുദ്ധത്തിലേക്ക് പോവുക. ഒന്ന് ആലോചിച്ചു. ഈ പറഞ്ഞ എല്ലാ അന്തർലീനമാകാതെ ആ വിജയം ഒരിക്കലും നേടിയെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്കുണ്ട് ഒരുപാട് മെസ്സേജ് പാഠങ്ങൾ. ഈ പറയുന്ന ഈ സ്വഭാവങ്ങൾ ആർജിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന മനസ്സിന്റെ ഉടമകളായി മാറിയാൽ ഒരിക്കലും ഒരു രംഗത്തും അള്ളാഹു നമ്മളെ കൈവിടില്ല എന്നവൻ നമുക്ക് ഓഫർ നൽകിയിട്ടുള്ളതാണ്. അതിനർഹരാകണമെങ്കിൽ ഈ സ്വഭാവം നമ്മൾ ആദ്യം ആർജിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞത് റമദാൻ മാസവുമായി ബന്ധപ്പെടുത്തി ഈ വാക്കുകൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതെല്ലാം ഈ മാസവുമായി ബന്ധപ്പെടുന്ന വാക്കുകൾ തന്നെയാണ്. കൂടുതൽ ചിന്തിക്കുക, പഠിക്കുക, ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, മാറ്റത്തിന് തയ്യാറാവുക. സർവശക്തൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അവസാനം ഞാൻ സൂചിപ്പിച്ചു, വ്രതം അനുഷ്ഠിച്ച ആളുകൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വിജയം കൊയ്തെടുത്ത നാളുകളാണ് റമദാൻ എന്ന്. പലപ്പോഴും നമ്മളെയൊക്കെ റമദാൻ അങ്ങോട്ട് എവിടെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി എത്തുക. നോമ്പാണ്, ഒന്നിനും പറ്റില്ല, ഒന്നിനും കഴിയില്ല, ഈ മനോഭാവം. അവരങ്ങനെ ആയിരുന്നില്ല. നോമ്പാണ്, ഞങ്ങൾ എന്തിനേയും അതിജയിക്കും, അതിനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്. ആ കെൽപ്പ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ്. അതിലേക്ക് ഞാൻ പോവുകയല്ല. ഇപ്പൊ ഹിജ്റ 2-ാം വർഷം റമദാൻ 17 നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു വഴിത്തിരിവായിരുന്നു സത്യത്തിൽ ബദർ യുദ്ധം. അന്നെങ്ങാനും ബദർ യുദ്ധത്തിലെങ്ങാനും പ്രവാചകനും അനുയായികളും പരാജയപ്പെട്ടു പോയിരുന്നു എങ്കിൽ ഈ ഇസ്ലാം നിലനിൽക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. അതാണ് വസ്തുത. ഇത് തന്നെയാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധക്കളത്തിൽ ഖിബിലയ്ക്ക് നേരെ അഭിമുഖീകരിച്ചുകൊണ്ട് അത്യുച്ചത്തിൽ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർദ്. ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഉച്ചത്തിൽ, രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തിയിട്ട് ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞ് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, പടച്ചവനെ എനിക്ക് നീ ചെയ്തു തന്ന കരാറ് നീ പാലിക്കണേ. ഈ ചെറു സംഘമെങ്ങാനും നശിച്ചു പോയാൽ ഇസ്ലാമിന്റെ ആളുകളിൽ നിന്ന് നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാവില്ല റബ്ബേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിങ്ങനെ അത്യുച്ചത്തിൽ പറഞ്ഞ് തന്റെ ശരീരത്തുണ്ടായിരുന്ന 2-ാം മുണ്ട് റിദാ, തന്റെ ഉണ്ടായിരുന്ന ചുറ്റിയിരുന്ന ആ വസ്ത്രം നിലത്തേക്ക് വീണ് ഇതൊന്നും അറിയാതെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ പടച്ചവനോട്. റബ്ബിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്.
ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. കാരണം 10-13 കൊല്ലക്കാലം ചെയ്യാവുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തു, ഏൽക്കാവുന്നതെല്ലാം ഏറ്റു. അവസാനം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി പുറപ്പെട്ടു യഥരിബിലേക്ക്. മര്യാദക്ക് അവിടെ ചെന്ന് നിന്ന് ദഅവത്തുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സ്വൈര്യം അവിടെയും കൊടുക്കാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് തിരിച്ചടിക്കാനുള്ള അനുവാദം കൊടുത്തത്. തിരിച്ചടിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത് വരെ അതിന് പ്രേരിപ്പിച്ച അനുചരന്മാരെ, അതിന് ചോദ്യം ചെയ്ത അനുചരന്മാരെ ക്ഷമയുടെ, സബറിന്റെ, തവക്കുലിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്ന് ചരിത്രം വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ സ്വൈര്യം കെട്ടുകഴിഞ്ഞു. ചെയ്യാവുന്ന മാർഗം എന്താണ്? ഇവരെ സാമ്പത്തികമായി ഉപരോധിക്കണം. അതാണ് ഇവർക്ക് സർവ്വ തോന്യാസത്തിനും വഴിവെക്കുന്നത്. അതിനുവേണ്ടി തന്റെ അനുചരന്മാരുമായി ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ആൾക്കാരെ, കിട്ടാവുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കച്ചവട സംഘത്തെ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘത്തെ തടയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. കയ്യിൽ കൂടുതൽ ആയുധങ്ങളൊന്നുമില്ല. സാധാരണയായി കൊണ്ടു നടക്കുന്ന ആയുധങ്ങളും 1-2 കുതിരയും ഏതാനും ഒട്ടകങ്ങളും മാത്രമായിട്ടാണ് ഈ 313 ആൾക്കാർ. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. അബൂജഹലാണല്ലോ എതിർചേരിയിലുള്ളത്. അബൂജഹലാണ്. അബൂജഹല് പടച്ചവനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ചരിത്രത്തിൽ കാണാം. എന്താണെന്നറിയോ? അല്ലാഹുമ്മ അൻസുർ ഇഹ്ദൽ ഫിഅത്തൈൻ വഖൈറൽ ഫിഅത്തൈൻ വഅഫ്ളൽ. ഇതാണ് ആ പ്രാർത്ഥന. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അബൂജഹൽ. വിളിച്ച വിളി ഏതാ? അള്ളാഹുവിന്റെ റസൂല് വിളിച്ച അതേ വിളി തന്നെ. അള്ളാഹുവിന്റെ റസൂല് വിളിച്ചത് അല്ലാഹുമ്മ എന്നാണ്, അള്ളാഹുവേ. അബൂജഹൽ വിളിച്ചതും അല്ലാഹുമ്മ എന്ന് തന്നെയാണ്. ചിന്തിക്കണം നമ്മളവിടെ. എന്താ ഈ പറഞ്ഞതിന്റെ പൊരുള്? അള്ളാഹുവിനെ നിഷേധിച്ച ആളല്ല അബൂജഹല്. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്ത് ജീവിച്ച ആളാണ്. ഇതാണ് വിഷയം. ഇത് തമ്മിലാണ് ഏറ്റുമുട്ടിയത് ബദറില്. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ അബൂജഹൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഉൻസുർ ഇഹദൽ ഫിഅത്തൈൻ. ഈ 2 സംഘത്തിൽ ഏതെങ്കിലും ഒന്നിനെ നീ വിജയിപ്പിക്കണേ. അതോടൊപ്പം തന്നെ പറഞ്ഞു എന്ത്? വഖൈറിൽ ഫിഅത്തൈൻ. ഈ 2 സംഘത്തിൽ ഏതാണോ ഖൈറായ സംഘം അതിനെ വിജയിപ്പിക്കണേ. വഅഫ്ളൽ, ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ സംഘം ഏതാണോ അതിനെ വിജയിപ്പിക്കണേ. ഇയാളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് വചനം ഇറങ്ങിയെന്ന. എന്താ വചനം? ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. സൂറത്തുൽ അൻഫാലിലെ 19-ാമത്തെ വചനം. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. നീ വിജയമാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ആ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതല്ല വഇൻ തന്തഹു ഫഹുവ ഖൈറുൽ ലക്കും. ഇത് വിട്ട് തിന്തിരിഞ്ഞു പോകാനാണ് ഭാവിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വലം തുഗ്നിയ വഇൻ തഊദു നഉദ്. ഇനി നിങ്ങൾ ആവർത്തിച്ച് വീണ്ടും യുദ്ധത്തിന് തയ്യാറാകുകയാണെങ്കിൽ നമ്മളും തയ്യാറാകും. അല്ലാഹുവിന്റെ വാക്കുകളാണ്. എന്നിട്ട് പറഞ്ഞു വലം തുഗ്നിയ അൻകും ശൈആ വലൗ കസറത്. എത്ര ഉണ്ടെങ്കിലും ശരി നിങ്ങളുടെ ഈ സംഘവും നിങ്ങൾക്ക് മതിയാവില്ലട്ടോ. മറുപടി പറയുന്നതാണ്. എന്നിട്ട് പറയുന്നു വഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. തീർച്ചയായും അല്ലാഹു വിശ്വാസികളോടൊപ്പമാണ്. അപ്പൊ ആ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരേ വിഷയത്തിന് വേണ്ടി 2 ആളാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂജഹൽ. അപ്പൊ ആ വിജയത്തിന് അർഹത ആർക്കാണോ, ഉന്നതന്മാരും ഉദാത്തന്മാരും മാന്യന്മാരും വിജയത്തിന് അർഹരും ആരാണോ അവരെ അല്ലാഹു വിജയിപ്പിച്ചു. ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഈ 2 പ്രാർത്ഥനയും അതിന്റെ ആ ആഴം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചു. ആ തട്ടം നിലത്ത് വീണു. അറിയാത്ത നിലയിൽ വീണ്ടും കൈ ഉയർന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട്. വേറെ ആരോട് പ്രാർത്ഥിക്കാനാ? വേറെ ആരോടും പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഇടയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ വന്നു നിന്നിട്ട് ആ നിലത്ത് വീണ തോർത്തെടുത്ത് ശരീരത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, കഫാ യാ റസൂലല്ലാഹ്, മതി അല്ലാഹുവിന്റെ റസൂലേ.
ഇനി ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾക്കിനി ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല, മതിയാക്ക് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി അതുമല്ല, ഇതിനു വേണ്ടി ഒരുമ്പെട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരു കൂടിയാലോചന നടത്തുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് നമുക്ക് കാണാം ഓരോരുത്തരും പ്രവാചകന് നൽകുന്ന പിന്തുണ, ആ നേതാവിനെ എത്രമാത്രം അവർ മനസ്സിൽ ചേർത്ത് പിടിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ്. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കറും ഉമറും പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചു. അതിനുശേഷം മിഖ്ദാദ് ഇബ്നു അംർ, മുഹാജിറുകളിൽപ്പെട്ട ആള്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ബനൂ ഇസ്രായേൽക്കാർ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. ബനൂ ഇസ്രായേൽക്കാർ മൂസാ നബിയോട് പറഞ്ഞതെന്താ? നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് ഞങ്ങൾ പറയില്ല. നീയും നിന്റെ റബ്ബും പോ, ഞങ്ങളുണ്ട് പിന്നാലെ. റസൂലിന് കൊടുത്ത പിന്തുണ വാക്കുകളാണ് റസൂലിന് ആശ്വാസമായി. അതിനുശേഷം അൻസാറുകളിൽപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, ഇനി ഞങ്ങളുടെ കാര്യമാണോ കേൾക്കേണ്ടത്? കേട്ടോ, അങ്ങ് മുന്നോട്ട് പോ, ഞങ്ങളെയും കൊണ്ട് ഈ സമുദ്രത്തിലേക്ക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കാനാണ് അങ്ങ് കൽപ്പിച്ചിട്ട് അങ്ങ് മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ ഞങ്ങളും ഉണ്ടാകും പിന്നാലെ. ബർഖുൽ ഹിമാദ് എന്ന് പറയുന്ന ദുർഘടമായ സ്ഥലത്തേക്ക് പോകാനാണ് അങ്ങ് പറയുന്നതെങ്കിൽ ഞങ്ങളുണ്ടാകും പിന്നാലെ. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിച്ചു. കാരണം ഒരു നേതാവിന് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട അംഗീകാരം, ആദരവ്, ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട് ബദറിൽ നിന്ന്. വെറുതെ യുദ്ധത്തിന്റെ കഥ മാത്രം കേട്ടിട്ട് കാര്യമില്ല, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ആ യുദ്ധം നടന്നു. പടച്ചവനോടുള്ള പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. റസൂലും മനുഷ്യന്മാരും വിജയിച്ചു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തി. നിരായുധരായ ആളുകൾ സായുധ സജ്ജീകരണത്തോടുകൂടി വന്ന ആൾക്കാരെ പരാജയപ്പെടുത്തി. ഷിർക്കിനെ തൗഹീദ് പരാജയപ്പെടുത്തി. കുഫറിനെ ഈമാൻ പരാജയപ്പെടുത്തി. ഇതാണ് ബദർ യുദ്ധത്തിൽ നടന്ന് നമുക്ക് കാണാൻ കഴിയും. 70 മുശ്രിക്കുകൾ വധിക്കപ്പെട്ടു, അബൂജഹൽ ഉൾപ്പെടെയുള്ള 70 പേരെ ബന്ധനസ്ഥരായി പിടിച്ചു. ഇതൊക്കെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് ബദരീങ്ങൾ എന്ന് പറയുക. നമ്മള് ബദർ യുദ്ധം നൽകുന്ന സന്ദേശമോ അത് നൽകുന്ന പാഠമോ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് അവർ ഏറ്റുമുട്ടി, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. അവര് അല്ലാഹുമ്മ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച അബൂജഹലിനോടാണ് ഏറ്റുമുട്ടിയത് എന്ന് മറക്കരുത്. രണ്ടാളും പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ എന്താണോ നൽകുന്ന സന്ദേശം, ആ സന്ദേശമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ആ സന്ദേശം ഉൾക്കൊള്ളാതെ പിന്നെ ബദറിന്റെ പേരിൽ നമ്മൾ ആഘോഷം സംഘടിപ്പിച്ചിട്ടോ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടോ, ബദരീങ്ങൾ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് യുദ്ധത്തിന് പോയത്. എന്നിട്ടാണ് മരിച്ചു വീണത്, രക്തസാക്ഷികളായത്. നമ്മൾ എന്ത് ചെയ്യുന്നു? അവരോടെ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പ്രിയമുള്ളവരെ, ബദരീങ്ങളെ സ്നേഹിക്കണം, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. അവരെ പിൻപറ്റണം. അവർ കാണിച്ചെന്ത മാർഗമുണ്ട്, അതിലൂടെ നീങ്ങണം. അതിന് പകരം റമദാൻ 17 ആകുമ്പോൾ നല്ല കൊശിയായിട്ട് ആഹാരമുണ്ടായി കഴിച്ച് ബദരീങ്ങളെ എന്ന് വിളിച്ച് സഹായം തേടി, അതാണ് അവരോടുള്ള സ്നേഹം എന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തിരുത്തേണ്ട കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു. ആ തിരുത്താണ് നമുക്ക് വേണ്ടത്. നമുക്ക് ബദരീങ്ങൾ എന്തിനു വേണ്ടി ത്യാഗം ചെയ്തോ ആ ത്യാഗത്തിന് നമ്മൾ തയ്യാറാവുക. ബദരീങ്ങൾ എന്തിനു വേണ്ടി മരിച്ചു വീണോ, വേണ്ടി വന്നാൽ അതിനും തയ്യാറാവുക. അതാണ് അതിന്റെ മെസ്സേജ്, അല്ലാതെ ഒളിച്ചിരിക്കലല്ല. അങ്ങനെയുള്ള ഈ സന്ദേശം എന്താണോ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ബദരീങ്ങളെ സ്നേഹിച്ച് ബദരീങ്ങളെ പിൻപറ്റി ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ എത്താൻ പരിശ്രമിക്കുക. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളും അവരുടെ ജീവിതകാലത്ത് അതിനുശേഷം ജീവിച്ചിരുന്ന ആരും ബദറിൽ പങ്കെടുത്തിട്ട് ആകെ 13 പേരാണ് മുസ്ലിങ്ങളിൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ചത്. 313 പേര് പോയതിൽ ബാക്കി എല്ലാവരും തിരിച്ചു വന്നു.
ആ യുദ്ധത്തിൽ രക്തസാക്ഷികളാകാതെ തിരിച്ചു വന്ന ആളുകൾ ജീവിച്ചിരുന്നു വർഷങ്ങളോളം. അവരാരും റമദാൻ 17 വന്നിട്ട് ഇതുപോലുള്ള ഒരു ചടങ്ങ് നടത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ബദരി അള്ളാഹുവിന്റെ റസൂൽ അതിനുശേഷം ഏതാണ്ട് 9 വർഷത്തോളം ജീവിച്ചിരുന്നു. നടത്തിയോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഖലീഫമാരായി അവർ ബദരീങ്ങളല്ലേ? നടത്തിയോ? ഇല്ല. പിന്നെന്തിന്? അവർക്കൊന്നും ആവശ്യമില്ലാത്ത ഒരു ചടങ്ങ്, ഒരു മാതൃക എന്തിന്റെ പേരിലായിരുന്നാലും നമുക്ക് ആവശ്യമില്ല. അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായി എങ്കിൽ, അതിന്റെ പുണ്യം നേടിയെങ്കിൽ അവരോട് തന്നെ സഹായം തേടുന്ന ദുരവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസം പോയിക്കൂടാ എന്ന് മാത്രം അതുമായി ബന്ധപ്പെടുത്തി ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഥാർത്ഥ